ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നിതാ മൈസൂരത്തെ വീടിൻ്റെ ഹോം ടൂർ ആയിട്ടാട്ടോ ഞാൻ വന്നത്. എന്നോട് വീഡിയോയിൽ ഒരു 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മൈസൂരത്തെ വീടൊക്കെ എങ്ങനെയാണ് നമ്മളെ നാട്ടിലത്തെ കേരളത്തിലെ പോലെ തന്നെയാണോ, എന്തൊക്കെ ഡിഫറൻസ് ആയുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കാണിക്കുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർക്കും കൂടിയിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ മൈസൂരിൽ വീടെല്ലാം നമ്മൾ നാട്ടിലത്തെ പോലെയല്ല കേട്ടോ, ഡിഫറൻസ് ഉണ്ട്. അതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ചിലതെല്ലാം സിമിലാരിറ്റി ഉണ്ടാവും, പക്ഷേ ഇവിടെ വീടുകൾ നമ്മളവിടെ വീട് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും എല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യും നമ്മളെ നാട്ടിൽ. ഇവിടെയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ അവർ ഇങ്ങനെ റെൻറ്റിന് കൊടുക്കുക അല്ലെങ്കിൽ ലീസിന് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മുകൾ ഭാഗത്തായിരിക്കും ഓണേഴ്സ് താമസിക്കുക. ഇവിടെ അധികവും അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ഇവിടെ വീടിൻ്റെ അകത്തുള്ള അല്ല സ്റ്റെയർ കേസ് ഒന്നും കൊടുക്കുക, വീടിൻ്റെ പുറത്തുകൂടെ കൊടുക്കും. അപ്പോൾ മുകൾ ഭാഗം അവർക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം, താഴെ റെൻറ്റിനും കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ താഴെ ആയിരിക്കും റെൻറ്റ് കുറച്ച് കൂടുതൽ കിട്ടുക, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ മുകൾ ഭാഗത്ത് കുറച്ച് റെൻറ്റ് കുറവായിരിക്കും, അതുകൊണ്ടാണ്. അങ്ങനെയാണ് ഇവിടെ അധിക വീടും ഒരു 95% വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെയാണ് ഇവിടെ അധികം ചെയ്യാറ്. ഒരു ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഒരു 4 ഫ്ലോർ വരെ ഇവിടെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പാർട്ട്മെൻറ്റ് ടൈപ്പിലാണ് ഇവിടെ അധികം ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഫുള്ളായിട്ട് റെൻറ്റിന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ വീടുണ്ടാക്കിയിട്ട് നിൽക്കാനാണെങ്കിൽ അവർ ചിലപ്പോൾ ഒരു 3 ഫ്ലോറൊക്കെ ആക്കിയിട്ട് താഴെ ഏറ്റവും മുകളിൽ ഓണേഴ്സ് നിൽക്കുക, താഴെ റെൻറ്റിന് കൊടുക്കുക. അങ്ങനെയാണ് ഇവിടെ പൊതുവെ കണ്ടുവരുന്നത് കേട്ടോ. പിന്നെ വീടിൻ്റെ അകത്ത് സ്റ്റെയർ കേസ് ഉള്ളത് വളരെ ചുരുക്കമാണ്, പുറത്ത് തന്നെ അവർ സ്റ്റെയർ കേസ് എല്ലാം കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിൻ്റെ എല്ലാം ചെറിയ ഡിഫറൻസ് ഉണ്ട്, കൂടുതലൊന്നും പറയാനില്ല, ചെറിയ രീതിയിലേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ നാട്ടിൽ ഒരു സ്ഥലമെല്ലാം വാങ്ങിക്കുമ്പോൾ ഇത്ര സെൻറ്റ് ഏക്കർ അങ്ങനെയാണല്ലോ വാങ്ങിക്കുക. ഇവിടെ അത് സ്ക്വയർ ഫീറ്റ് കണക്കിനാണ് വാങ്ങിക്കുന്നത്. അത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയുന്ന ചെറിയൊരു അറിവ് നിങ്ങളിലോട്ടും പകർന്നതേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. അങ്ങനെ സ്ഥലം വാങ്ങിക്കണോണ്ട് തന്നെ വളരെ കുറച്ച് സ്ഥലത്താട്ടോ അവർ വീട് വെക്കുക. അപ്പോൾ നമ്മളെ നാട്ടിലെല്ലാം പോലെ ഇങ്ങനെ പുറത്ത് മുറ്റമൊന്നും കൂടുതലുണ്ടാവില്ല. അപ്പോൾ അവർ ഇപ്പോൾ ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 സെൻറ്റിലെ വീടാണെങ്കിൽ അതിൻ്റെ പുറത്ത് തന്നെ അവർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് വേറെ ചില ആൾക്കാർ വീടിൻ്റെ ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ പാർക്കിംഗ് ആക്കിയിട്ട് കൊടുക്കും. പിന്നെ അധികം ആൾക്കാരും ഗേറ്റിൻ്റെ പുറത്ത് പാർക്കിംഗ് ആയിട്ട് അവിടെ കാണല് കേട്ടോ. വീടിൻ്റെ പാർക്കിങ്ങിനുള്ള സ്പേസും കൂടെ അവർ അവിടെ ഒരു റൂം ആക്കിയിട്ട് എടുക്കും. അതും കൂടെ വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും എനിക്ക് തോന്നുന്നിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ ആ ഒരു സ്പേസും കൂടെ കളയാണ്ട് ആ ഒരു സ്പേസും കൂടെ യൂട്ടിലൈസ് ചെയ്തിട്ട് അവർ പുറത്താണ് വണ്ടിയെല്ലാം പാർക്ക് ചെയ്യുക. പിന്നെ അത്രയൊക്കെയുള്ളൂ ഡിഫറൻസ് അധികം ഉള്ളത്. പിന്നെ കിച്ചണും എല്ലാം തന്നെ ചെറുതായിരിക്കും. ഇവിടെ നമ്മൾ നാട്ടിലത്തെ പോലെ ഭയങ്കര വിശാലമായിട്ടുള്ള കിച്ചണൊന്നും ഞാൻ കണ്ട വീടിനൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ പിന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന വീടിനെല്ലാം ചെറിയ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ആദ്യം വന്ന ഒരു 10 വർഷം മുമ്പ് തീരെ കുഞ്ഞ് കിച്ചണായിരിക്കും കേട്ടോ ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ജനലുകളെല്ലാം കുറവായിരിക്കും ഇവിടെ വീടിന്. ഇപ്പോൾ ഉണ്ടാക്കി ഇങ്ങനത്തെ പുതിയ വീടിന് മാത്രമേ ജനലുകളെല്ലാം വെക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം അവർ ഒരു വീടിൻ്റെ തൊട്ടടുത്തായിരിക്കും മറ്റേ വീട് വരിക, അത്രയും ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ജനലുകൾ കുറവായിരുന്നു ഇവിടെ കേട്ടോ ആദ്യത്തെ വീടിന്. പിന്നെ ജനലുകളും ഇല്ല, അതുപോലെ ഹെയർ ഹോൾസും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറേ ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. അത്രയൊക്കെ തന്നെയുള്ളൂ മാറ്റങ്ങളായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് മൈസൂരുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റിലൂടെ ഷെയർ ചെയ്യണേ. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീടുണ്ടല്ലോ, അത് ഞാൻ എൻ്റെ ഷീ റൂട്ട്സ് എന്നുള്ള ചാനലിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഹോം സ്റ്റേൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടുന്ന് എടുത്ത വീഡിയോ, ആ ഒരു വീടാട്ടോ ഇത്. അപ്പോൾ ഈ ഹോം സ്റ്റേ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിൽക്കാൻ പറ്റിയൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഷീ റൂട്ട്സ് എന്നുള്ള ചാനൽ നോക്കിയാൽ മതി. അതിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.